ഹലോ, ഇന്ന് നമ്മൾ കോഫി പൗഡറും പാലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ 3 കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജലാറ്റിനോ ചൈനഗ്രാസ് ഒന്നും ആവശ്യമില്ലാതെ 3 വെറൈറ്റി പുഡിങ്സ് നമുക്ക് കോഫി പൗഡർ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തേത് കോഫി പുഡിങ്ങിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ജലാറ്റിനും ചൈനഗ്രാസിനും ഒക്കെ പകരമാണ് നമ്മളിത് എടുക്കുന്നത്. പക്ഷേ ഇത് ചേർത്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി കോഫി പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ ഈ 2 രൂപയ്ക്ക് കിട്ടുന്ന ബ്രൂവിൻ്റെ കോഫി പൗഡർ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 3 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 രൂപേൻ്റെ 3 പാക്കറ്റ്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ഉണ്ടാവും. അത്രയുള്ള സാധാരണ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെസ്കഫെ അങ്ങനത്തെ നല്ല കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പക്ഷേ ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് കോഫി പൗഡറിൽ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളമല്ല, സാധാ വെള്ളമാണ്. കാരണം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ സാധാ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ നോർമലായിട്ടുള്ള കോഫി പൗഡർ വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ട്രേ ആണ്. ട്രേ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ബൗളോ കാര്യങ്ങളോ എടുത്താൽ മതി. അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യൊന്ന് തടവി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇടാം. എന്നിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. കാരണം ചൂടാവുമ്പോൾ ഇത് തിക്കായിട്ട് തുടങ്ങും. അപ്പോൾ അത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മളിനി ഇതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം, ലേറ്റ് ആവരുത്. അപ്പോൾ അതേ നമ്മുടെ കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. കാരണം ഇത് തിക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നേരമൊന്നും നിൽക്കില്ല, പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരിയും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല ബബിൾസ് വരുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ 2 മിനിറ്റും കൂടി വെക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു റിബണിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ ബബിൾസൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നെയ്യ് തടവി വെച്ചിട്ടുള്ള ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ചൂടാറാൻ കാത്തു വെക്കരുത്, പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി പുറത്ത് വെക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെക്കുക. നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ പുറത്ത് എടുത്തിട്ടുണ്ട്. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ എടുക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ നോക്കിയപ്പോൾ കുറച്ച് ഇളകിപ്പോയായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല എന്താ പറയുക, നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം കോഫി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. നമുക്കിതുപോലെ തന്നെ അടുത്ത പുഡിങ് ഏതാണെന്ന് നോക്കാം. അടുത്തത് വളരെ ഫേമസ് ആയിട്ടുള്ള, യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സോസ് പാനിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലാത്തവർ മൈദ വെച്ചിട്ടും ചെയ്യാം, പക്ഷേ അളവ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൊത്തത്തിൽ 1.5 കപ്പ് പാലാണ് വേണ്ട. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തവർ കുറേ പേരുടെ ഇത് ചോദിക്കലില്ല മൈദ വെച്ച് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ മൈദ വെച്ച് ചെയ്തോളൂ. അപ്പോൾ ചിലപ്പോൾ പൊടി കുറച്ച് ഡബിളൊക്കെ എടുക്കേണ്ടി വരും നന്നായിട്ട് കട്ടിയായി കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാൻ ഫുൾ പാല് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം, തിക്കാക്കി എടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മൾ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കണം. ബ്രൂ, നെസ്കഫെ ഒക്കെ പോലെ നല്ല ഏതെങ്കിലും കോഫി പൗഡർ തന്നെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇത് ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് കുറുകി വരും. കുറച്ച് സമയം എടുക്കും, എന്നാലും ഒത്തിരി നേരം വേണ്ട. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ കുറുകി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവം തന്നെ ആവണം കേട്ടോ, എന്നാലേ സെറ്റായി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന ഏത് ബൗളിലാണോ ഏത് ട്രേയിലാണോ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല. അതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്, എന്നാലേ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. എന്നിട്ട് ഒന്ന് സെറ്റ് ആവാം, ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ മതി. അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ ചെയ്താൽ മതി. അപ്പം നമുക്കിനി അടുത്ത ലെയർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ചേർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തപ്പോൾ കയ്പ്പ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഒരു 6 ടീസ്പൂൺ ചേർത്തപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ആദ്യമേ നിങ്ങൾ 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് പിന്നെ 3 ടീസ്പൂൺ നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിൽ ഇറങ്ങിയ പുഡിംഗ് ആണ്, ഡാൽഗോണ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ബീറ്റർ ഇല്ലാത്തവർ നല്ലപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. നന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ക്രീമി പരുവാവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. അഥവാ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കയ്പാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലയിൽ നമ്മുടെ ആദ്യത്തെ പുഡിങ്ങിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ലെയർ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയുള്ള ലെയർ ചെയ്യേണ്ട, എന്താ പറയുക, കുറച്ച് തിന്നായിട്ടുള്ള ലെയർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കയ്പ് ഉണ്ടാവരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനനുസരിച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ക്രീം ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്യാപ്പുച്ചിനോ കോൾഡ് കോഫി ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു 4-5 മണിക്കൂർ ഒന്ന് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചോക്കോ ചിപ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മേലത്തത് കുറച്ച് ക്രീമി ആയിട്ട് ഉണ്ടാവുക, എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കോരിയെടുക്കാം. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രീമി ആയിട്ട് ആ മേലത്തെ ആ ചെറിയ ലെയറും താഴത്തെ ലെയറും ഒക്കെ കൂടി ആയിട്ട് അടിപൊളിയാണ് കഴിക്കാൻ. കോഫി ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്തത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. കോഫി പൗഡറും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് 1.5 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ല ഏതെങ്കിലും ബ്രാൻഡിൻ്റെ തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ നമ്മുടെ പുഡിംഗ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഈ കോഫി പൗഡറാണ് പുഡിങ്ങിന് ഫുൾ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻറ്റ് അല്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ അരിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ദേ ഈ ആരോ റൂട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഓറിയോ ആണോ ഏതായാലും കുഴപ്പമില്ല. ഓറിയോ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും, കാരണം കുട്ടികൾക്ക് കുറച്ചും കൂടി അതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ബിസ്ക്കറ്റ് ഇതേപോലെ ഒന്ന് അതിൽ മുക്കിയിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പാത്രമായാലും കുഴപ്പമില്ല, അതിനകത്തോട്ട് ആ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ ഏകദേശം ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ബാക്കി നമുക്ക് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ബൗളിനകത്തോട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഫുൾ ഫ്ലേവർ കൊടുക്കുന്നത് കോഫി വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കോഫി പൗഡർ തന്നെ എടുക്കുക. നെസ്കഫെ ബ്രൂ ഒക്കെ പോലത്തെ നല്ല കോഫി പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വേറെ സെപ്പറേറ്റ് തന്നെ മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം, അതെപ്പോഴാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ച് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ആണ് ഇത് നല്ല തിക്കാക്കി എടുക്കുന്നത്, അപ്പോൾ കോൺഫ്ലോർ എന്തായാലും വേണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത്. കൊക്കോ പൗഡർ കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഈ കൊക്കോ പൗഡറിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ബൂസ്റ്റൊക്കെ ചേർക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ആദ്യം കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് അവസാനം ബാക്കി ചേർത്താൽ മതി.
പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി പാലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആണ് കോഫി പൗഡർ എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ മിക്സ് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് അരിച്ചിട്ടാണ് ചേർക്കുന്നത്. ഒട്ടും തന്നെ തരി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ പുഡിങ് ഇഷ്ടമാവും. കാരണം ഫുള്ളായിട്ട് ആ ഒരു കോഫി ഫ്ലേവറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കൊക്കോ പൗഡർ എടുക്കുമ്പോഴും നല്ല കൊക്കോ പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് തിക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ കളർ നല്ലപോലെ മാറി നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ചെയ്തെടുക്കാം. നമ്മളിത് തിക്കാവുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അപ്പോൾ അതേ നല്ലപോലെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇത് തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇത് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളത് സെറ്റാക്കാൻ വെക്കുന്ന സമയത്ത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഈ പകുതി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കരുത്, പകുതി ഒഴിച്ചാൽ മതി. കാരണം നമ്മളിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മെല്ലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ഒന്ന് ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കോഫിയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ 2 ലെയറേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ലെയർ ആക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെച്ചിട്ടൊന്ന് തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഒരു 4-5 മണിക്കൂർ ഒന്ന് തണുപ്പിക്കുക. അപ്പോൾ ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതൊന്ന് എടുത്തോ മാറ്റിയാൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ അടിയിൽ ബിസ്ക്കറ്റ് വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കാണാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ ബിസ്ക്കറ്റിൻ്റെ ലെയറൊക്കെ വേറെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസ്ക്കറ്റിന് പകരം ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യാം. എനിക്കതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ 3 പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 3 റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.